വാങ്ങിയ ക്യാൻവാസ് സെറ്റിൻ്റെ ഒരെണ്ണം ബാക്കി കിടക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ, ഈ 3D പെയിൻറ്റിങ് ചെയ്യാൻ. അപ്പോൾ ഇതിന് വേണ്ട മെയിനായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഒരു ക്യാൻവാസും പിന്നെ ക്ലേയും ആണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ചിത്രം നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ വരയ്ക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് അതുകൊണ്ട് ഗ്രിഡ് മെത്തേഡ് വേണം എന്നൊന്നുമില്ല, നോക്കി വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ ചിത്രം ക്യാൻവാസിൽ വരയ്ക്കുക. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് ക്ലേ എടുക്കുക. പിന്നെ ഈ ഒരു ക്യാൻവാസ് നമുക്ക് തൂക്കിയിടണമല്ലോ, അപ്പോൾ അതിനുള്ള സ്റ്റെപ്പാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലേ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കമ്പി ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്തിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ബാക്കിൽ ഇതുപോലെ വെക്കുക. ഓക്കെ, അതിന് ശേഷം കുറച്ച് ഫെവിക്കോളും പിന്നെ ക്ലേയും എടുത്തിട്ട് ഈ രണ്ട് സൈഡിലുള്ള കമ്പിയില്ലേ അതവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ക്ലേ കൊണ്ട് ജസ്റ്റ് അമർത്തി വെച്ചാൽ മതി. അത് ഉണങ്ങുമ്പോൾ നല്ല പക്കയാവും, അവിടെ ഫിറ്റായി കിടക്കും. കണ്ടോ, ഇപ്പോൾ എനിക്ക് എൻ്റെ ക്യാൻവാസിൽ ഹാങ് ചെയ്യാനുള്ള ഒരു കൊളുത്തുമായി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഫെവിക്കോൾ എടുക്കുക. നമ്മൾ ആദ്യം ക്ലേ എവിടെയാണോ വെക്കാൻ പോണേ അവിടെ ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ക്ലേ എടുക്കുക. ഞാൻ ചെയ്യണ പോലെ ഇപ്പോൾ മൂണൊക്കെയാണെങ്കിൽ നമുക്ക് ഷേപ്പ് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അടിപൊളി മൂൺ. ഞാനൊരു മൂക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് വട്ടമുള്ള മൂണാണ് ഇഷ്ടമെങ്കിൽ വട്ടമുള്ള മൂണ് കൊടുത്താൽ മതി. ഞാനിത് കുറച്ച് നമ്മൾ കാർട്ടൂണിലൊക്കെ ഇങ്ങനെയുള്ള മൂണാണല്ലോ, അപ്പോൾ ആ ഒരു തരത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ വീടാണേ. അപ്പോൾ വീട് ആദ്യം നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ ക്ലേ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓട് കുറച്ച് പൊന്തി കിടക്കാനാണ് ഞാനൊരു ചെറിയ ലെയർ ഓഫ് ക്ലേ ഇങ്ങനെ എടുത്തിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഓട് കുറച്ച് പൊന്തി കിടക്കും. ഇനി നമ്മൾ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്താൽ നല്ല സർഫേസ് നല്ല സ്മൂത്തായിട്ട് കിടക്കും, കാണുന്നില്ലേ. ഇനി അതുപോലെ തന്നെ ബാക്കി വീടുകളും സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആകെ നമുക്ക് വേണ്ട നമ്മുടെ ക്യാൻവാസിൽ നിന്ന് കുറച്ച് പൊന്തി കിടക്കണം നമ്മുടെ പിക്ചർ. അത്രേ നമ്മളുടെ റിക്വയർമെൻ്റ് ഉള്ളൂ. അപ്പോൾ ബാക്കി വീടും അതുപോലെ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഓടിന് കുറച്ച് സ്ട്രക്ചർ വരച്ചു കൊടുക്കുകയാണെ. ഒരു 3 ലൈൻ ഇതുപോലെ എന്തെങ്കിലും പെൻസിലങ്ങനെ എടുത്താൽ വല്ല ഈർക്കലോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ ഇങ്ങനെയും വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ മതിൽ വരച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതുപോലെ വിൻഡോ ഒക്കെ ഇങ്ങനെ ക്ലേ കുറച്ച് നേർത്തതായിട്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ വിൻഡോ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് കൊണ്ട് വരച്ചു കൊടുത്താൽ മാത്രം മതി. സോ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് മതിൽ കൊടുക്കാം കേട്ടോ. ആദ്യം ഫെവിക്കോൾ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് ക്ലേ വെച്ച് കൊടുക്കുക. ഓക്കെ, ക്ലേ ഫുള്ളായിട്ട് പരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ക്യാറ്റിനും ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ കൊടുത്തതിന് ശേഷം അവരുടെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ക്ലേ വെച്ച് കൊടുക്കുക. സംഭവം സെറ്റായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മതിലിൻ്റെ സ്ട്രക്ചർ വരച്ച് കൊടുക്കലാണ് കേട്ടോ. ആദ്യം തന്നെ 3 ലെയർ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെ ഞാൻ. അതിന് ശേഷം പെൻസിൽ എടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് കാണുന്നില്ലല്ലോ, അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ അധികം കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പെൻസിൽ എടുത്തിട്ട് കുറച്ചുകൂടെ കട്ടിക്ക് നമ്മുടെ ഓരോ കല്ലിൻ്റെ ഇടയിൽ വിടവ് വേണമല്ലോ, അപ്പോഴല്ലേ നമുക്കൊരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പെൻസിലുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പെൻസിലിൻ്റെ എൻഡ് കുറച്ച് വാട്ടറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് ഇങ്ങനെ പെൻസിൽ പോകും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. നമ്മുടെ കല്ലുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് കട്ട് വരുന്നത് ഒന്നിൻ്റെ മിഡിലായിരിക്കും നെക്സ്റ്റ് കട്ട് വരുന്നത്. ഇതേപോലെയാണ് നേരത്തെ നമ്മൾ ഓട് വരച്ചു കൊടുത്തത് കേട്ടോ, ആ വീടിൻ്റെ ഈ ഒരു സ്റ്റൈലിൽ. അപ്പോൾ ഒരു നല്ലൊരു റിയലിസ്റ്റിക് ടച്ച് വരും കേട്ടോ കല്ലിനും അല്ലെങ്കിൽ ഓട് വെക്കുന്നതിനൊക്കെ. ഇനി നമ്മുടെ പൂച്ചക്കൊരു വാല് വെച്ച് കൊടുക്കാം. 2 പൂച്ചയ്ക്ക് ഓരോ വാല് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്ര തന്നെ ആകുമ്പോഴും നമ്മുടെ സംഭവം ഏകദേശം റെഡിയാവും. പിന്നെ ബാക്കി വന്ന ക്ലേ കൊണ്ട് ഞാനൊരു മരമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, വേണമെങ്കിൽ കൊടുക്കട്ടെ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുത്തോ. വേണമെങ്കിൽ ഒരു പക്ഷീനെയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം കേട്ടോ. ഭയങ്കര ക്യൂട്ടാവുകയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാർട്ടൂണിക് പിക്ചറൊക്കെ. സോ പിന്നെ മരത്തിൽ കുറച്ച് സ്ട്രക്ചർ തോന്നിക്കാൻ ഇങ്ങനെ അതിൻ്റെ ലീഫിനൊക്കെ കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു.
അങ്ങനെ നമ്മുടെ 3D വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി കളറിങ് വർക്കാണ് കേട്ടോ. ആദ്യം തന്നെ ഈ ക്ലേക്ക് നമ്മൾ വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, വൈറ്റ് കോട്ട് അടിച്ചാൽ മാത്രമേ നമ്മൾ വേറെ എന്തെങ്കിലും കളർ അതിന് കൊടുത്താൽ അത് കാണുള്ളൂ, നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം വൈറ്റ് കോട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് വൈറ്റ് കോട്ട് കൊടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത കളർ കൊടുക്കുവാണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആകാശത്തിന് കൊടുക്കാം. അപ്പോൾ മൂണിൻ്റെ അടുത്തുള്ള ഭാഗത്തിൽ നമ്മൾ ലൈറ്റ് ബ്ലൂ കൊടുക്കുക. എന്നിട്ട് മൂണിന് ഡിസ്റ്റൻ്റായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡാർക്ക് ബ്ലൂ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ള ഒരു ആകാശം കിട്ടുക ഇതുപോലെ. അതായത് മൂണിൻ്റെ അടുത്ത് കുറച്ച് വൈറ്റ് വരും, ദൂരെ ദൂരെ ആകുമ്പോൾ നല്ല ഡാർക്ക് ബ്ലൂവും. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആകാശം അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ മതിലിനാണ് കളർ കൊടുക്കുന്നത്. കൂടുതലുള്ള സാധനങ്ങളൊക്കെ ആദ്യം കൊടുക്കാം. അതിന് നമ്മൾ ബ്രൗൺ ആണ് എടുക്കുന്നത്. ആക്രിലിക് കളറാണ് കേട്ടോ എടുക്കുന്നത്. വാട്ടർ കളറൊന്നും വെച്ച് ചെയ്തേക്കല്ലേ, നമ്മൾ ആക്രിലിക് കളർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം മതിലിനും നമ്മൾ ബ്രൗൺ എടുത്തിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ആദ്യം. ഓക്കെ, ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക, ഒന്നും നോക്കണ്ട, കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി കാണുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾക്ക് വീടിനൊക്കെ കളർ കൊടുക്കാം. പിന്നെ ഈ ഒരു ബ്രൗൺ തന്നെ നമ്മൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള വീടിൻ്റെ ഓടിട്ട വീട്, അതിനും കൊടുത്താൽ മതി കേട്ടോ. കാരണം രണ്ടും സെയിം ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് നമ്മൾ ആ ഓടിനും ഈ ഒരു ബ്രൗൺ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ഈ ഒരു വീടിൻ്റെ ഓടിന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. ഞാൻ പച്ച ഓടാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ വീടൊക്കെ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വേൾഡ് അല്ലല്ലോ. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് കളറാണ്. പിന്നെ നമ്മുടെ മരത്തിനും ഒരു പച്ച കൊടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കാർട്ടൂൺ ആൻഡ് ഫെയറി ആയിട്ടുള്ള വേൾഡൊക്കെ ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാക്കി എനിക്കിങ്ങനെ വീട്ടിൽ വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആക്കാം അല്ലേ, ഇനിയും ആക്കാം. അപ്പോൾ ഈ വീടിന് ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്, ലൈറ്റ് ബ്ലൂ. അതായത് സാധാരണ ബ്ലൂവിൽ കുറച്ച് വൈറ്റ് മിക്സാക്കി ഈ കളർ കിട്ടും. ഇനി ഇപ്പുറം കൊടുക്കുന്നത് പിങ്ക് കളറാണ്, പിങ്ക് വീട്. അത് കുറച്ച് റോസ് കളർ എടുക്കുക, അതിൽ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് കിട്ടും. ഇനി ഇപ്പോഴത്തെ വീടിന് നമ്മൾ കൊടുക്കുന്ന യെല്ലോ വീടാണ് കേട്ടോ. എത്ര പെട്ടെന്നല്ല നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞത്. നമ്മൾ സ്കെച്ച് ബുക്കിലൊക്കെ കളർ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് കൊടുക്കാം. പിന്നെ ഈ ഓടിന്, ഈ ഒരു ലാസ്റ്റ് വീടിൻ്റെ ഓടിന് എനിക്ക് പ്രത്യേകിച്ച് കളറൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടിയ ഒരു കളർ എടുത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കളർ കൊടുക്കാം കേട്ടോ. അടുത്തത് മരത്തിന് ഞാൻ കുറച്ച് ബ്രൗണും ബ്ലാക്കും കൂടെ കൊടുത്തു കേട്ടോ. ഒരു പ്രത്യേക കളർ കിട്ടും, ഒരു ഉണങ്ങിയ മരത്തിൻ്റെയൊക്കെ കളർ പോലെ വരും കേട്ടോ. അടുത്ത നമുക്ക് പൂച്ചസാറിൻ്റെ കളർ കൊടുക്കാം. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് പൂച്ചയാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. ഒരു പൂച്ചയ്ക്ക് ഈ കളർ കൊടുത്തു. പിന്നെ മറ്റേ പൂച്ചയ്ക്ക് ഞാനൊരു ഗ്രേ കളറാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ ബ്ലാക്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പൂച്ച ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് പൂച്ചയാണോ അവൻ്റെ കളർ കൊടുത്തോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ പൂച്ചേൻ്റെ ഒരു പിക്ചർ ആയല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ ഓരോ വീടിനും വിൻഡോ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് വിൻഡോ വരച്ചു കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇനിയിപ്പോൾ കൂടുതലായിട്ട് ക്ലേ വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിൻഡോക്ക് കർട്ടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലേ വെച്ച് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഭംഗി കൂടുതലേ ഉള്ളൂ. നമുക്ക് അങ്ങനെയുള്ളതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഓറഞ്ച് കളർ എടുക്കുക. ഓക്കെ, നിങ്ങളെ ഫിംഗറിൽ അത് എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ഈ ഓടിനും. അതുപോലെ നമ്മുടെ മതിലിൻ്റെ ഓരോ സ്റ്റോണിൻ്റെയും സെൻറ്ററിലുമായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ലുക്ക് വരും നമ്മുടെ ഈ ഒരു മതിലിനൊക്കെ. വന്നില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മതിൽ. കുറച്ചും കൂടെ നല്ല റിയലിസ്റ്റിക് ആയിട്ടോ എൻ്റെ മതിൽ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ആകാശം മതിയോ
കുറച്ചും കൂടെ അതിൽ ഡീറ്റെയിൽസ് ആണല്ലോ. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു സ്ട്രക്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ കാർട്ടൂണിലൊക്കെ ഇപ്പോൾ അധികം കാണുന്ന ഒരു സാധനമല്ലേ ഇത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പുകയൊക്കെ പൊക്കോട്ടെ അല്ലേ. പിന്നെ വേണ്ടത് കുറച്ച് സ്റ്റാർസാണ്. സ്റ്റാർസ് ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ മൂണുണ്ടെങ്കിൽ അവിടെ സ്റ്റാർസ് വേണം. അങ്ങനെ സ്റ്റാറി സ്കൈയിൽ നോക്കി നിൽക്കുന്ന പൂച്ച കപ്പിൾസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം നമുക്ക് കുറേ സ്റ്റാർസിനെ വെച്ചേക്കാം ഇതിലേക്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് സ്റ്റാർ വെച്ചോ. ഞാൻ സ്റ്റാർ കുറേ വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കാണുന്നില്ല ഇതിലധികം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാർ വേണമെങ്കിൽ ഒരുപാട് സ്റ്റാർ വരയ്ക്കാം, മറ്റേ കോമറ്റ്സ് വരയ്ക്കാം, എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഭംഗി കൂടെ ഉള്ളൂ. സോ ഞാൻ കോമറ്റ്സിന് വരയ്ക്കാൻ വിട്ടു കേട്ടോ. റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അതെനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറും കൂടെ ആയപ്പോൾ ഏകദേശം നമ്മുടെ ചിത്രം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ വിൻഡോ ഇപ്പം കുറച്ച് റിയലിസ്റ്റിക് അല്ലാത്ത പോലെയല്ലേ. അപ്പോൾ വിൻഡോയിൽ കുറച്ച് ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് അടിക്കണ മാതിരി ആക്കാൻ ഞാൻ കുറച്ച് യെല്ലോ കൊടുക്കുകയാണ് കേട്ടോ ഓരോ വിൻഡോയിലും. അപ്പോൾ എല്ലാ വിൻഡോയിലും നമുക്ക് യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നാൻ കുറച്ച് വൈറ്റ് അതിൻ്റെ മിഡിലിൽ കൊടുത്താൽ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വൈറ്റ് എടുക്കുക. വൈറ്റ് എടുത്തിട്ട് ഈ വിൻഡോൻ്റെ ഒക്കെ മിഡിൽ കുറച്ച് കൊടുത്തോളാം. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഇപ്പോൾ സ്റ്റാർസിനെ കാണുന്നില്ല അല്ലേ? കുറച്ചും കൂടെ വലിയ വലിയ സ്റ്റാർസ് ആണെങ്കിൽ കാണുമായിരിക്കും. പക്ഷെ നേർക്ക് കാണുന്നുണ്ട്, ഇവിടെ ക്യാമറയിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആയി. എന്ത് ക്യൂട്ടാണല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കൊളത്താനുള്ള കുളത്തൊക്കെ ഉണ്ടാക്കിയോണ്ട് തന്നെ ഇപ്പം ഇനി ഇത് ഡയറക്റ്റായിട്ട് കൊണ്ട് കൊളത്തിയാൽ മതി. നോക്കിക്കേ, എൻ്റെ ചിത്രങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് അത് കൊണ്ട് കൊളത്തിയപ്പോൾ എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതിൽ വേറൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അത് നമ്മുടെ വാർണിഷിങ് സ്റ്റെപ്പാണേ. അത് ഞാൻ പിന്നീട് ഇടാം കേട്ടോ, പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.